നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ മാതാപിതാക്കൾ നമ്മൾക്ക് വേണ്ടി ധാരാളം ബുദ്ധിമുട്ടി നമ്മളെ പഠിപ്പിച്ച് നമ്മളെ UK പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിച്ചു. അപ്പോൾ നമ്മൾ മിക്ക ഫാമിലിയിലും കുട്ടികൾ എല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിലാണ്. നമ്മുടെ നാട്ടിലെ പല വീടുകളും ഇപ്പോൾ നോക്കിയാൽ അവിടെയെല്ലാം മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. പ്രായമായ മാതാപിതാക്കളെ നോക്കാൻ ആരുമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഫാമിലികളുണ്ട്. ചിലപ്പോൾ അമ്മ മാത്രമേ കാണുകയുള്ളൂ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കാണും, അല്ലെങ്കിൽ പപ്പ മാത്രമേ കാണുള്ളൂ. അങ്ങനെയുള്ള പല കുടുംബങ്ങളെക്കുറിച്ചുള്ള കഥകൾ എല്ലാ ദിവസവും നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ UK പോലൊരു രാജ്യത്ത് വന്നവർക്ക് അവരുടെ മാതാപിതാക്കളെ UKയിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അന്നേരം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വിസിറ്റ് വിസയിൽ UKയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ഓപ്ഷനുണ്ട്. അത് കഴിഞ്ഞ് UKയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ അവരെ നമ്മുടെ കൂടെ പെർമനൻറ്റ് റെസിഡൻസിയിൽ നിർത്താനുള്ള ഓപ്ഷനുണ്ട്. അതത്ര ഈസി അല്ല, അതുകൊണ്ട് ഞാനത് വിശദമായിട്ട് പറയാം. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളെ എങ്ങനെ UKയിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ മാതാപിതാക്കളെ എങ്ങനെ പെർമനൻറ്റ് UKയിൽ നിർത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ വിസിറ്റ് വിസയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സ്കിൽഡ് വർക്കർ വിസയിൽ വന്നവർക്കും ഇവിടെ PR ഉള്ളവർക്കും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ചില കാറ്റഗറി ഉള്ളവർക്കും അവരുടെ പേരൻസിനെയൊക്കെ UKയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാമല്ലോ, നമുക്ക് UKയിലേക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നത് 18 വയസ്സ് താഴെയുള്ള കുട്ടികളെയും നമ്മുടെ പാർട്ട്ണറെയുമാണ്. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ നമുക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് മാതാപിതാക്കളെയും ഡിപ്പെൻഡൻറ്റ് വിസയിൽ UKയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇത് ഒരുപാട് പേർക്ക് വളരെ വിഷമമാണ്. കാരണം പേരൻസിനെ നാട്ടിൽ ഒറ്റയ്ക്കാക്കി UKയിലേക്ക് വന്ന് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ പേരൻസിനെ കുറിച്ചുള്ള ചിന്തകളാണ്. ഇപ്പോൾ എൻ്റെ പപ്പായും മമ്മിയാണെങ്കിൽ അവർക്ക് UKയിലേക്ക് വരാൻ താല്പര്യമേ ഇല്ല. പപ്പായ്ക്കാണെങ്കിൽ ഒരു താല്പര്യവുമില്ല. മമ്മിക്ക് അതുകൊണ്ട് തന്നെ പപ്പ നാട്ടിൽ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് മമ്മിക്ക് ഇങ്ങോട്ട് വരാൻ എനിക്ക് താല്പര്യമില്ല. നമ്മൾ ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷേ സജിയുടെ മമ്മി പപ്പ മരിച്ചു പോയായിരുന്നു. സജിയുടെ മമ്മി ഇവിടെ 2-3 പ്രാവശ്യം വന്നു. ഇപ്പോൾ ലാസ്റ്റ് വന്നത് കോവിഡിൻ്റെ സമയത്തായിരുന്നു. കോവിഡിന് തൊട്ട് മുമ്പ് വന്നു. കോവിഡിന് പോകാൻ ഇരിക്കുന്ന സമയത്തായിരുന്നു ഫ്ലൈറ്റ് ക്യാൻസലായത്. അങ്ങനെ കക്ഷി ഇവിടെ ഏകദേശം 2 വർഷം ഇവിടെ നിന്നു. അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞുള്ള ഫസ്റ്റ് ഫ്ലൈറ്റിലാണ് നമ്മൾ കക്ഷിയെ നാട്ടിലേക്ക് കയറ്റി അയക്കുന്നത്. അതായത് സജിന മമ്മി ഇവിടെ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടി. കാരണം കോവിഡിൻ്റെ സമയത്ത് വീട്ടിൽ അടച്ചിട്ടിരിക്കുക എന്നുള്ളതും ആ ഒരു പേടിയും എല്ലാം കൂടെ കക്ഷിക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളാണ് അന്ന് ഉണ്ടാക്കിയത്. എന്നിരുന്നാലും നമ്മുടെ കൂടെ ഉള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ടെങ്കിൽ പോലും കക്ഷിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ മതിയുള്ളൊരു ചിന്തയായിരുന്നു. അത് കഴിഞ്ഞ് കക്ഷിയെ എത്ര വിളിച്ചാലും കക്ഷി ഇപ്പോൾ UKയിലേക്ക് വരില്ല. അതായത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരൻസിന് ഇപ്പോൾ UKയിലേക്ക് വരാൻ താല്പര്യമില്ല. അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. UK പോലെ രാജ്യത്തേക്ക് നമ്മുടെ പേരൻസിനെ കൊണ്ടുവരുമ്പോൾ അവരനുഭവപ്പെടുന്ന ഒരു ഏകാന്തതയുണ്ട്. കാരണം അവർക്ക് മിക്കവരും നാട്ടിലാണെങ്കിലും അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ പോകും, കൂട്ടുകാരെ എല്ലാം കാണാം, അങ്ങനെ എല്ലാ ദിവസവും അവർ പുറത്തൊക്കെ പോയെന്ന് എല്ലാവരുമായിട്ട് കാര്യമൊക്കെ പറയുന്നൊരു രീതിയിലാണ് ജീവിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തികച്ചും അവർ ഒറ്റപ്പെടും. പലപ്പോഴും മക്കളുള്ളവരാണ് പേരൻസിനെ കൊണ്ടുവരുന്നത്. ആ കുഞ്ഞുമക്കൾ അന്നേരം പേരൻസിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ രണ്ടുപേരും ജോലിക്കൊക്കെ പോകുമ്പോൾ. ഇപ്പോൾ നമുക്ക് ഒരുപാട് കടമൊക്കെ ഉള്ളവരാണെങ്കിൽ പേരൻസിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൂടെ നിർത്തി രണ്ടുപേരും ഫുൾ ടൈം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കടങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാൻ സാധിക്കും. അതൊരു ഗുണമുണ്ട്. പക്ഷേ പേരൻസിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂട്ടുകാരില്ല, പുറത്ത് പോകാനൊക്കെ ഇല്ല, പള്ളികൾ കുറവാണ്, അല്ലെങ്കിൽ അമ്പലങ്ങൾ കുറവാണ്, അങ്ങനെ പ്രാർത്ഥന ഗ്രൂപ്പുകൾ കുറവാണ്. അന്നേരം ഇവർക്ക് സമൂഹമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട് വീടുകളിൽ. എന്നിരുന്നാലും അവർക്ക് സന്തോഷമാണ്. നാട്ടിൽ ഒറ്റയ്ക്കാണ്. ഇവിടെ വരുമ്പോൾ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കൂടെ ഇരിക്കാമെന്നുള്ളൊരു സന്തോഷം അവർക്കുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം ഏതൊക്കെ രീതിയിലാണ് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അന്നേരം അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴിയെന്ന് പറഞ്ഞാൽ വിസിറ്റ് വിസയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. വിസിറ്റ് വിസ നമുക്ക് 6 മാസത്തെ കിട്ടും, 2 വർഷത്തത് കിട്ടും, 5 വർഷത്തത് കിട്ടും, 10 വർഷത്തത് കിട്ടും. ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ഫീസുകളാണുള്ളത്. ഇപ്പോൾ 6 മാസം വരെ ഉള്ളതിന് ഏകദേശം 13,000 ഇന്ത്യൻ റുപ്പീസ് വരും. പിന്നെ 2 വർഷം വരെ ഉള്ളതിന് ഏകദേശം 40,000 ഇന്ത്യൻ റുപ്പീസാണ് വിസ ഫീസായിട്ട് വരുന്നത്. 5 വർഷം വരെ ഉള്ളതിന് ഏകദേശം 75,000 രൂപയും അത് കഴിഞ്ഞ് 10 വർഷത്തേക്കുള്ളതിന് ഏകദേശം 1,00,000 ഇന്ത്യൻ റുപ്പീസുമാണ് അതിൻ്റെ ചാർജായിട്ട് വരുന്നത്. അന്നേരം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം നമ്മുടെ പേരൻസിനെ UKയിലേക്ക് കൊണ്ടുവരുമ്പോൾ കഴിയുന്നതും 6 മന്ത്സിലേക്കുള്ള ഒരു വിസിറ്റ് വിസയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് കൂടുതലും നമുക്ക് അപ്രൂവൽ കിട്ടാനുള്ള ഒരു ചാൻസ്. അത് കഴിഞ്ഞാൽ നമുക്ക് 2 ഇയറിനോ 5 ഇയറിനോ 10 ഇയറിനോ ഒക്കെ അപ്ലൈ ചെയ്യാം. അത് കിട്ടും, ഈസി ആയിട്ട് കിട്ടും. കാരണം നമ്മൾ സജിയുടെ മമ്മി ആദ്യം കൊണ്ടുവന്നപ്പോൾ 6 മന്ത്സിനായിരുന്നു. പിന്നെ നമ്മൾ 2 വർഷത്തേക്കാണ് അപ്ലൈ ചെയ്തത്. ആ 2 വർഷം നിൽക്കുമ്പോൾ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുള്ളത് എവരി 6 മന്ത്സ് 180 ഡേയ്സ് ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് എക്സിറ്റ് ചെയ്യണം. എക്സിറ്റ് ചെയ്തിട്ട് പിന്നെയും തിരിച്ചു വരണം എന്നാണ് പറയുന്നത്. അത് നിർബന്ധമാണ്. 180 ഡേയ്സിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ സാധിക്കില്ല. അതിനി 5 വർഷമായാലും 10 വർഷത്തെ വിസ എടുത്താലും വിസിറ്റ് വിസ വരുന്നവർ 6 മാസം കൂടുമ്പോൾ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യണമെന്നുള്ളൊരു നിയമമുണ്ട്. ഇനി ഈ വിസിറ്റ് വിസയ്ക്ക് വേണ്ടി നമ്മൾ ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വിസിറ്റ് വിസയിൽ ഒരുപാട് റിജക്ഷൻസ് ഉണ്ട്. സ്കിൽഡ് വർക്കർ വിസയിലൊക്കെ റിജക്ഷൻ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സ്കിൽഡ് വർക്കർ വിസയിൽ റിജക്ഷൻ വളരെ കുറവാണ്. 100ൽ ഒരു 10 റിജക്ഷനൊക്കെയാണ് മാക്സിമം സ്കിൽഡ് വർക്കർ വിസയിലോ സ്കിൽഡ് വർക്കർ ഡിപ്പെൻഡ് വിസയിലോ വരാറുള്ളൂ. പക്ഷേ വിസിറ്റ് വിസയിൽ ഒരു 100 ആപ്ലിക്കേഷൻ കൊടുത്താൽ ഒരു 50% ഒക്കെ റിജക്ഷനാണ് കണ്ടുവരുന്നത്.
അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിസിറ്റ് വിസയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരുപാട് പേര് യു കെയിലേക്ക് വരുന്നുണ്ട്, വന്നിട്ട് തിരിച്ചു പോകാതെ ഇവിടെ ഒളിച്ചൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ കെയർഫുള്ളായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തെറ്റായ രീതിയിലോട്ട് യു കെയിലേക്ക് വരുന്നവർ കാണിക്കുന്ന പ്രശ്നങ്ങൾ കാരണം നല്ലതുപോലെ, അതായത് സ്വന്തം പേരൻസിനെ യു കെയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സ്കിൽഡ് വർക്കേഴ്സിനൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നേരിടുന്നത്. യു കെയിലേക്ക് കൊണ്ടുവരാൻ നേരം ഇവിടുത്തെ നമ്മുടെ റിജക്ഷൻ വന്ന ലെറ്ററുകളൊക്കെ ചെക്ക് ചെയ്താൽ ഏറ്റവും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കണ്ടുപറ്റുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യു കെയിലേക്ക് വരുന്നവർ തിരിച്ചു പോകാനുള്ള ചാൻസ് വളരെ കുറവായിട്ടാണ് അവർ മെൻഷൻ ചെയ്യുന്നത്. റിജക്ഷൻ്റെ ഒരു റീസണായിട്ട് അവർ കാണിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ നമ്മളിങ്ങോട്ട് വരുന്ന ആൾക്ക് വേണ്ടത്ര റിലേഷൻസ് ഇല്ലെങ്കിൽ, അതായത് അവർക്ക് മറ്റു മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്തില്ലെങ്കിൽ അവർ തിരിച്ചു പോകില്ല എന്നുള്ള രീതിയിൽ ഹോം ഓഫീസ് നമ്മുടെ വിസ റിജക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ യു കെയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും കഴിയുന്നതും നമ്മൾ അവർക്ക് നാട്ടിൽ റിലേഷൻ ഉള്ളതുപോലെ കാണിക്കുക, അവരിവിടെ വന്നാൽ തിരിച്ചു പോകുക എന്നുള്ളത് ഉറപ്പ് വരുത്താനുള്ള രീതിയിലുള്ള പേപ്പർ വർക്കുകൾ കാണിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ നമുക്ക് നാട്ടിൽ മറ്റാരും ഇല്ല, അമ്മ മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ മറ്റാരും ഇല്ല, നമ്മുടെ ഒരു പേരൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ആ രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. അന്നേരം അതിന് വ്യക്തമായുള്ള എക്സ്പ്ലനേഷൻ വെക്കുക. നമ്മൾ 6 months മാത്രമേ ഇവിടെ നിൽക്കുകയുള്ളൂ, തിരിച്ചു പോകും എന്നുള്ള രീതിയിൽ എക്സ്പ്ലനേഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ്റെ ചാൻസ് കുറയ്ക്കും. പിന്നെ രണ്ടാമത്തെ ഒരു റിജക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഫിനാൻസ് റിക്വയർമെൻറ്റ്സ് കാണിക്കുമ്പോഴാണ്. നമുക്ക് വിസിറ്റിംഗ് വിസയിൽ അവർ പ്രത്യേകിച്ച് ഒരു ഫിനാൻസ് റിക്വയർമെൻറ്റ് കാണിക്കുന്നില്ല. ഇപ്പം ഇത്ര രൂപ ഇട്ടേക്കണം എന്നുള്ള രീതിയിൽ പറയുന്നില്ല. നമുക്കറിയാമല്ലോ, സ്കിൽഡ് വർക്കർ വിസയിലൊക്കെ വരുമ്പോൾ നമുക്ക് 1270 പൗണ്ട് നമ്മുടെ എംപ്ലോയർ കാണിച്ചില്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിൽ ഒരു മാസം ഇട്ട് കാണിക്കണം. അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഇവർ ജനറലായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ഇടാം. അന്നേരം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇടുകയാണെങ്കിൽ, വലിയ എമൗണ്ടുകളൊക്കെ ഇടുകയാണെങ്കിൽ, നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 രൂപയ്ക്ക് മുകളിലൊക്കെ നമ്മൾ കുറേ അതിനകത്ത് ഇടുകയാണെങ്കിൽ അതിൻ്റെ സോഴ്സ് കൂടെ കാണിക്കാൻ ശ്രദ്ധിക്കുക. അത് എവിടുന്ന് വന്നു എന്നുള്ളതിൻ്റെ ഡിക്ലറേഷൻ വെക്കാൻ നോക്കുക. കഴിയുന്നതും യു കെയിലേക്ക് വരുന്നവർ മുൻകൂർ പ്ലാൻ ചെയ്ത് ഒരു 6 മാസം മുമ്പേ പൈസ ഇട്ട് കഴിഞ്ഞാൽ, കാരണം നമ്മൾ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് കാണിക്കുന്നത്. അന്നേരം ആദ്യം തൊട്ട് ആ പൈസ ഉണ്ടെങ്കിൽ അവരതിൻ്റെ സോഴ്സ് ചോദിക്കുന്നത് വളരെ കുറവാണ്. അതല്ല നമ്മൾ ഇടയ്ക്ക് കൊണ്ട് 1,00,000 രൂപ 50,000 രൂപയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സ് ചോദിക്കും, അത് വന്നത് എന്താണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അന്നേരം അവർ സോഴ്സ് ചോദിക്കുന്നത്, ഇപ്പോൾ വിസിറ്റ് വിസയൊക്കെ ആകുമ്പോൾ സോഴ്സ് ചോദിക്കുകയല്ല അവർ ചെയ്യുന്നത്, അവരത് വിസ റിജക്ഷൻ ആക്കുകയേ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ സ്കിൽഡ് വർക്കർ വിസയൊക്കെ ആണെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ് വേണമെങ്കിൽ അവർ നമുക്ക് ഇമെയിൽ അയക്കാറുണ്ട്, ഇന്ന ഡോക്യുമെൻറ്റ് വേണമെന്ന്. പക്ഷേ വിസിറ്റ് വിസയുടെ കേസിൽ അങ്ങനെ കണ്ടിട്ടില്ല, വളരെ കുറവാണ് അങ്ങനെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വിസിറ്റ് വിസയുടെ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെക്കാനുള്ള ശ്രമം നടത്തുക. അന്നേരം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ അത് നിർബന്ധമായിട്ട് അതിനകത്ത് വലിയ എമൗണ്ടുകളൊക്കെ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണോ വന്നത്, അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ ഡിക്ലറേഷനായിട്ട് വെച്ചിരുന്നാൽ മതി, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മുടെ പാസ്പോർട്ട് എപ്പോഴും ഓർക്കുക, നമ്മുടെ പാസ്പോർട്ടിന് മിനിമം 6 months വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഇനി വേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകൾ, മറ്റു ഡോക്യുമെൻറ്റുകളെല്ലാം ഒന്ന് പറയാം. ഇപ്പോൾ ജോലിയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് കാണിക്കാവുന്ന ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ കാണിക്കാം, പേ സ്ലിപ്പുകൾ കാണിക്കാം, എംപ്ലോയറുടെ ലെറ്റർ കാണിക്കാം, നമ്മൾ ഇവിടേക്ക് വരാനുള്ള ലീവ് എടുക്കുന്നത് കാണിക്കാം. ബിസിനസ് ഉള്ള ഒരാളാണ് യു കെയിലേക്ക് വരുന്നതെങ്കിൽ അവർക്ക് വിസ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അവരിവിടെ വന്നാലും തിരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് ആണ് ഈ കേസ് വർക്കർ നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകുമെന്നുള്ള റീസൺ കൊണ്ട് തന്നെ അവർ ആ വിസ കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ല നമ്മൾ ജസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് വെക്കുന്നതും പിന്നെ നമ്മൾ യു കെയിൽ നിന്നാണ് പൈസ അയച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു ക്വസ്റ്റ്യൻ അവർ വരും, ഈ പൈസ അയച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് തന്നെ അവർ യു കെയിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുമോ എന്നുള്ളൊരു ചിന്ത കേസ് വർക്കർക്ക് വരാം. കാരണം ഇങ്ങനെയുള്ള റിജക്ഷൻ ലെറ്ററുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം വിസിറ്റ് വിസയുടെ കേസിൽ നമുക്ക് അഡ്മിൻ റിവ്യൂ അവർ ഓപ്ഷൻ തരുന്നില്ല, നമ്മൾ വിസ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതാണ് നമുക്ക് ഒരു വിസ റിഫ്യൂസൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. അവർ ആവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം, ബിസിനസ്സിൽ നമ്മുടെ വരുമാനം, നമ്മൾ ടാക്സ് അടച്ചതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്ത് നമ്മുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് കാണിക്കുക. ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ചോദിക്കുമ്പോൾ ഉറപ്പാക്കുക അതിൻ്റെ സോഴ്സ് കറക്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം, അതിൽ ഒരു തെറ്റും വരുത്തരുത്, അല്ലെങ്കിൽ ആണെങ്കിൽ വിസ റിജക്ഷനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അവർക്ക് വേണ്ടത് നമ്മളുടെ പർപ്പസ് ഓഫ് വിസിറ്റാണ്, നമ്മൾ എന്തിനാണ് യു കെയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അന്നേരം നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യണം നമ്മൾ എവിടെയൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അന്നേരം മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഫാമിലി വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ നിൽക്കാനും ഇവിടെയുള്ള സ്ഥലങ്ങൾ കാണാനും വേണ്ടിയാണ് നമുക്ക് മെൻഷൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതല്ല നമ്മളിവിടെ കുട്ടികളെ നോക്കാൻ വേണ്ടി വരുന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ ഡിക്ലറേഷൻ വെക്കരുത്. മക്കളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകാൻ വേണ്ടിയാണ് വരുന്നത് എന്നുള്ള രീതിയിലേ വെക്കാവുള്ളൂ. അല്ലാതെ ഇവിടെ നമ്മൾ മക്കളെ നോക്കാൻ വേണ്ടി വരുന്നു അങ്ങനെയൊന്നും വെക്കരുത്. നമുക്കറിയാം പലപ്പോഴും നമ്മുടെ പേരൻസ് ഇവിടെ വരുന്നത് നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോകും മക്കളെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് പലപ്പോഴും. പക്ഷേ നമ്മൾ അതൊരിക്കലും മെൻഷൻ ചെയ്യരുത്. കുറച്ച് നാൾ നമ്മളുടെ മക്കളുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നു എന്ന് പറയുക. പിന്നെ പർപ്പസ് ഓഫ് വിസിറ്റിൻ്റെ ഒരു കവർ ലെറ്റർ സെറ്റ് ചെയ്യുക, ആ കവർ ലെറ്ററും വെക്കുക. പിന്നെ അക്കോമഡേഷൻ ഇൻ ദ യു കെ, നമുക്ക് ഇത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ യു കെയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ്സ് കാണിക്കുക. നമ്മൾ യു കെയിലേക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ വന്നാണ് താമസിക്കുന്നത്. അതല്ല നമ്മൾ യു കെയിൽ വന്ന് ആരെങ്കിലും കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ വെക്കുക, അവരുടെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ വാങ്ങിക്കുക. അത് കൂടാതെ അവരുടെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, എന്തെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് അവരെ അഡ്രസ്സിൽ താമസിക്കുന്നു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്ക് പപ്പായും മമ്മിയും ഉണ്ട്, മമ്മി മാത്രമാണ് യു കെയിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യണം എന്തുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് പപ്പ വരാത്തത്, മമ്മി മാത്രം എന്തുകൊണ്ട് വരുന്നു എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുകൂടാതെ നമുക്ക് ഇങ്ങോട്ട് വരുന്നവർക്ക് മറ്റു മക്കളോ വല്ലതും ഉണ്ടെങ്കിൽ അവരുടെ ID പ്രൂഫുകൾ വെക്കുക. നമ്മളുടെ അമ്മ നാട്ടിലുണ്ടെങ്കിൽ, അതായത് ഗ്രാൻഡ് പേരൻസിൻ്റെ അമ്മ നാട്ടിലുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൂടെ വെക്കുക. കാരണം നമ്മൾ തിരിച്ചു പോകുന്നുള്ളൊരു സൂചനയായിട്ട്, അതായത് നമുക്ക് നാട്ടിൽ ഫാമിലി ടൈപ്പ് ഉണ്ട്, അതുകൊണ്ട് തിരിച്ചു പോകുന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള റിലേഷൻസ് ഉള്ളവരുടെ പേപ്പറുകളും അവരുടെ ID യും വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മളുടെ ട്രാവൽ ഹിസ്റ്ററി, നമ്മൾ പണ്ട് ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് വെക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും വിസ റിജക്ഷൻസ് കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും വെക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നല്ലൊരു കാര്യമാണ് കൺഫർമേഷൻ ഓഫ് റിട്ടേൺ ഫ്ലൈറ്റ്. അതായത് റിട്ടേൺ ഫ്ലൈറ്റുകൾ നമ്മൾ ടിക്കറ്റ് എടുത്തതായിട്ട് കാണിക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ തിരിച്ചു പോകുന്നുള്ളൊരു സൂചനയാണ്. അന്നേരം അത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഡേറ്റ് ഒന്നും മെൻഷൻ ചെയ്യാനൊക്കെ ഇല്ല. നമുക്ക് ജസ്റ്റ് ഒരു 6-7 മന്ത്സ് മുമ്പോട്ട് വെച്ചൊരു ഡേറ്റ് എടുത്തൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് വെക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇതിനകത്ത് മറ്റൊരു കാര്യം എന്നുള്ളത്, നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ വെച്ചാലും കേസ് വർക്കറിന് നമ്മുടെ വിസ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും റീസൺസ് പറയാം. ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിസ റിജക്ഷൻ കേസ് ഒരുപാട് വരുന്നുണ്ട്. അന്നേരം നമ്മൾ മാക്സിമം ഡോക്യുമെൻറ്റ്സ്, സ്കിൽഡ് വർക്കർ വിസ പോലെ അല്ല. സ്കിൽഡ് വർക്കർ വിസയിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് PCCയും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റും പാസ്പോർട്ടും ഉണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട്, ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് വിസ അപ്രൂവ് ആയി കിട്ടും. പക്ഷേ സ്കിൽഡ് വർക്കർ വിസയിൽ, വിസിറ്റ് വിസയിൽ അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഡോക്യുമെൻറ്റ്സ് വെക്കുക. മാക്സിമം ഡോക്യുമെൻറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് UK വിസ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമുക്കിവിടെ UK എത്തിക്കഴിഞ്ഞാൽ, പേരൻസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സോളിസിറ്റേഴ്സ് വഴി അവർക്ക് PR കിട്ടാനുള്ള ഓപ്ഷൻസുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അന്നേരം നമുക്കിവിടെ PR ഉള്ളവർക്കാണ് അത് സാധിക്കുന്നത്. അന്നേരം അതിനകത്ത് അവർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നാട്ടിൽ ആരും ഇല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യണം. നോക്കാൻ ആരുമില്ല എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. പേരൻസിനും ഇവിടെ പെർമനൻസി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ 100% ഉറപ്പൊന്നുമില്ല. അതിന് നമ്മൾ സോളിസിറ്റേഴ്സ് വഴി പോകണം. അതിന് നല്ല രീതിയിലുള്ള ചിലവുണ്ട്. നല്ല രീതിയിലുള്ള പേപ്പർ വർക്കുകൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് കിട്ടാനുള്ളൊരു ചാൻസും ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് മാതാപിതാക്കളെ UK കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ഓർക്കുക, മാതാപിതാക്കളെ UK കൊണ്ടുവരുമ്പോൾ അവർക്ക് ഇൻഷുറൻസ് എടുത്തിട്ട് മാത്രമേ UK കൊണ്ടുവരാവുള്ളൂ. പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതിന് ശേഷം മാത്രമേ UK കൊണ്ടുവരാവുള്ളൂ. കാരണം UK വന്ന് ഇവിടുത്തെ NHS ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ നല്ല ചിലവാണ്. നല്ല ചിലവെന്ന് വെച്ചാൽ ഒരു ദിവസമൊക്കെ 1000 പൗണ്ടൊക്കെ ബില്ല് അടച്ചവരുണ്ട്. അന്നേരം അതുകൊണ്ട് നിങ്ങൾ നല്ല കറക്റ്റായിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ട് മാത്രം UK കൊണ്ടുവരിക. അന്നേരം ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയുമാണ് നമ്മൾ മാതാപിതാക്കളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.